നല്ല പ്രഭാതത്തെ സന്തോഷത്തോടെ എതിരേൽക്കുവാൻ, പ്രതീക്ഷകളോടെ ഈ ദിവസത്തിൽ സഞ്ചരിപ്പാൻ സ്വർഗം നൽകുന്ന ഭാഗ്യത്തിന്, ദൈവം നൽകുന്ന കൃപയ്ക്ക് നന്ദിയുള്ളവരായി ദൈവത്തിലുള്ള വിശ്വാസത്തോടും ദൈവത്തിലുള്ള ഉറപ്പോടും ധൈര്യത്തോടും കൂടെ നമുക്ക് നമ്മുടെ കാലടികളെ വയ്ക്കാം. ക്രിസ്തു നമ്മുടെ അകത്തുണ്ട് എന്ന് പറഞ്ഞാൽ സങ്കടം നമ്മുടെ അകത്തുണ്ടെന്നല്ല അർത്ഥം, വേദന നമ്മുടെ അകത്തുണ്ടെന്നല്ല അർത്ഥം, പ്രതികൂലങ്ങൾ നമ്മുടെ അകത്തുണ്ടെന്നല്ല അർത്ഥം. ഈ കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുകയാണ്, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തു അകത്തുണ്ട് എന്ന് പറഞ്ഞാൽ മഹത്വത്തിൻ്റെ പ്രത്യാശ, ഹോപ്പ് ഓഫ് ഗ്ലോറി, പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ അകത്തുള്ളതാണ് യേശു അകത്തുള്ള അവസ്ഥ. യേശു അകത്തുണ്ടെങ്കിൽ ഹൃദയത്തിനകത്ത് നിരാശയല്ല, യേശു അകത്തുണ്ടെങ്കിൽ ഹൃദയത്തിനകത്ത് ഇന്നലത്തെ മുറിവുകളല്ല, യേശു അകത്തുണ്ടെങ്കിൽ കഴിഞ്ഞ നാളുകളിലെ പരാജയങ്ങളല്ല, യേശു അകത്തുണ്ടെങ്കിൽ ശത്രുവിനെക്കുറിച്ചുള്ള ഭയമല്ല, യേശു അകത്തുണ്ടെങ്കിൽ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായിരിക്കും. മഹത്വകരമായ ഭാവിയെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷകളും പ്രത്യാശകളും. അതാണ് ക്രിസ്തു ഒരുവൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്നത്. ഇന്ന് ഈ പ്രഭാതത്തിൽ അകത്തൊത്തിരി നെഗറ്റീവ്സ് ആണെങ്കിൽ എവിടെയോ ക്രിസ്തു സാന്നിധ്യം അകത്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഭാവിയിലേക്ക് നോക്കുമ്പോൾ, കുഞ്ഞുങ്ങളിലേക്ക് നോക്കുമ്പോൾ, വീട്ടിലേക്ക് നോക്കുമ്പോൾ, ഫിനാൻസിലേക്ക് നോക്കുമ്പോൾ, ശുശ്രൂഷയിലേക്ക് നോക്കുമ്പോൾ ആകെ ടെൻസ്ഡ് ആണോ, ആകെ കൺഫ്യൂസ്ഡ് ആണോ, ആകെ ആങ്ഷ്യസ് ആണോ, അലങ്കോലപ്പെട്ട് നിൽക്കുകയാണോ? ക്രിസ്തു സാന്നിധ്യം അകത്തില്ലാതെ പോയി. പക്ഷേ ക്രിസ്തു അകത്തുണ്ടെങ്കിൽ നാളെയെ നോക്കി നമുക്ക് ചിരിപ്പാൻ കഴിയും. കാരണം ക്രിസ്തു മഹത്വത്തിൻ്റെ പ്രത്യാശയാണ്. യൂദായുടെ ലേഖനം 1, 2, 3 വാക്യങ്ങൾ നാം ധ്യാനിച്ചു വന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ 4-ാം വാക്യത്തിലേക്ക് കടക്കുകയാണ്. 4-ാം വാക്യം നമുക്ക് ഒരുമിച്ച് വായിക്കാം. നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. ഒരിക്കൽ കൂടെ വായിക്കുകയാണ്. നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞ് വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. ഈ വാക്യത്തിൽ അനേക ഭാഗങ്ങളുണ്ടെങ്കിലും ഇന്ന് അതിനകത്തുനിന്ന് ഒരു ഒറ്റ ഭാഗം മാത്രം എടുക്കുവാനാണ് ഞാൻ കടന്നു ആഗ്രഹിക്കുന്നത്. ആ വാക്കിനെ ഞാൻ ഇങ്ങനെ പറയും: നുഴഞ്ഞുകയറ്റക്കാർ. ഈ വാക്യത്തിനകത്ത് പ്രധാനമായി പറയുന്നത് നുഴഞ്ഞുകയറ്റക്കാരെ കുറിച്ചാണ്. അവിടെ പറയുകയാണ്, ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. ഇംഗ്ലീഷിൽ അതിന് പല വേർഷൻസിലും വളരെ ഈ നുഴഞ്ഞു കയറ്റം എന്നുള്ളതിന് വളരെ മനോഹരമായിട്ടാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. NIV-യിൽ പറയുന്നത് സീക്രട്ട്ലി സ്ലിപ്ഡ് ഇൻ. ഇങ്ങനെ നടന്നു പോകുന്നത് പോലെ പോയിട്ട് രഹസ്യമായിട്ട് ഇതിലേക്ക് ഇങ്ങനെ തെന്നിക്കയറി വന്നു, അറിയാതെ ഇങ്ങനെ തെന്നിക്കയറി വന്നു. ESV-യിൽ പറയുന്നത് ക്രെപ്റ്റ് ഇൻ അൺനോട്ടീസ്ഡ്. നമ്മൾ ശ്രദ്ധിക്കാതെ സൈഡിൽ കൂടെ എഴഞ്ഞു വന്നു. എന്നെ ഏറ്റവും ചിന്തിപ്പിച്ചത് ആ ഒരു ഭാഗമാണ്, ക്രെപ്റ്റ് ഇൻ അൺനോട്ടീസ്ഡ്. നമ്മൾ നോട്ടീസ് ചെയ്യാതെ ചിലതൊക്കെ നമ്മുടെ കൂടെ കൂടി. യൂദാ പോരാട്ടത്തെക്കുറിച്ചാണ് ഇവിടെ എഴുതി തുടങ്ങുന്നത്. 3-ാം വാക്യത്തിൽ നാം ശ്രദ്ധിച്ചു, നമ്മൾ വായിച്ചു, ധ്യാനിച്ചു, പഠിച്ചു. നിങ്ങൾ പോരാടണം. ക്രിസ്തീയ ജീവിതത്തിലെ ഒരു പോർമണ്ഡലത്തെക്കുറിച്ച്, ക്രിസ്തീയ ജീവിതത്തിലെ ഒരു യുദ്ധത്തെക്കുറിച്ച് യൂദാസ്ലീഹ ഇവിടെ പറഞ്ഞു തുടങ്ങുകയാണ്. ഇവിടെ തുടങ്ങുമ്പോൾ ആദ്യം അദ്ദേഹം പറയുന്ന വാക്യതാണ്, ചിലർ നുഴഞ്ഞു കയറുന്നു. അപ്പോൾ യുദ്ധത്തിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, യൂദാസ്ലീഹയുടെ ഭാഷയിൽ പറഞ്ഞാൽ നുഴഞ്ഞുകയറ്റക്കാരെയാണ്. അൺനോട്ടീസ്ഡ് ക്രീപ്പേഴ്സ്. നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മുടെ ഇടയിൽ കൂടെ ഇഴഞ്ഞു കയറി വരുന്ന സംഗതികൾ. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കാതെ, നമ്മുടെ ശ്രദ്ധയില്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇഴഞ്ഞു കയറി വലിഞ്ഞു കയറി വരുന്ന ചില സംഗതികളുണ്ട്. നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗമായി തീരുന്ന ചില വ്യക്തികളുണ്ട്.
നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗമായി തീരുന്ന ചില സംഗതികൾ നിങ്ങൾ അറിയത്തേയില്ല. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഫാമിലിയുടെ പാർട്ടായി തീരും അവർ. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ രഹസ്യങ്ങളെ എല്ലാം അവരറിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ എന്ത് കറി വെച്ചു, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇന്ന് എവിടെ പോയി, നിങ്ങൾ ഇന്ന് എവിടെ വന്നു, നിങ്ങൾക്ക് എന്താണ് അസുഖം, നിങ്ങൾക്ക് ഇന്നലെ ബ്ലഡ് പ്രഷർ എത്ര ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇന്നലെ ഗ്ലൂക്കോസ് എത്ര ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എത്ര രൂപ കടമുണ്ട്, ഇതെല്ലാം നിങ്ങൾ അറിയാതെ നിങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യവും അറിയുന്ന അൺനോട്ടീസ്ഡ് ആയിട്ട് ക്രീപ്പ് ചെയ്ത് കയറി വരുന്ന ചില വ്യക്തികൾ ക്രിസ്തീയ ജീവിതത്തിലെ യുദ്ധക്കളത്തിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ നുഴഞ്ഞുകയറ്റക്കാരെയാണ്. ഇവരെ ബൈബിൾ വിളിക്കുന്നു നുഴഞ്ഞുകയറ്റക്കാർ. കുടുംബജീവിതത്തിലേക്ക് ചിലരിങ്ങനെ നുഴഞ്ഞു കയറി വരും. നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്കൊരു ഫ്രണ്ട് കയറി വരും. നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിലെ നമുക്ക് പിന്നെ പറിച്ചു കളയാൻ കഴിയാത്ത ഒരു റിലേഷനായി അത് മാറും. അപ്പനെക്കാട്ടിലും അമ്മയെക്കാട്ടിലും ഭാര്യയെക്കാട്ടിലും സഹോദരങ്ങളെക്കാട്ടിലും ഒക്കെ ഭയങ്കര പ്രൊമിനൻസ് ആ വ്യക്തിക്ക് ലഭിക്കും. അൺനോട്ടീസ്ഡ് ക്രീപ്പേഴ്സ്. നമ്മൾ അറിയാതെ നമ്മുടെ ഇടയിൽ അവർ ഒരു സ്വാധീനം പിടിച്ചെടുക്കുകയാണ്. ഇത് കുടുംബത്തിലല്ല, ജോലി സ്ഥലത്ത് ശ്രദ്ധിച്ചു നോക്ക്. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പ്രൊഫഷനകത്ത്, നിങ്ങളുടെ കമ്പനിക്കകത്ത്, നിങ്ങളുടെ ഓഫീസിനകത്ത് പതുക്കെ 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 ഒരാൾ കയറി വന്നു, സ്വാധീനം ചെലുത്തി. ഒരു 10-12 വർഷം മുമ്പ് എനിക്കൊരു കമ്പനി അറിയാം, നല്ല നിലയിൽ പോയിക്കൊണ്ടിരുന്ന കമ്പനി. അദ്ദേഹം ഒരു ഡീലറാണ്. അദ്ദേഹത്തിൻ്റെ സപ്ലൈ ചെയ്യുന്ന സാധനത്തിൻ്റെ മാനുഫാക്ചേഴ്സൊക്കെ അദ്ദേഹത്തിന് ബെസ്റ്റ് കേരള അവാർഡ് വരെ കൊടുക്കുമായിരുന്നു. പക്ഷേ ഒരു 18 വയസ്സുള്ള ഒരു കൊച്ചു പയ്യൻ ആ കമ്പനിയിൽ വന്നു. ലോഡിങ്ങുകാരനായിട്ടാണ് ആ കമ്പനിയിൽ കയറി വന്നത്. ഒരു 6 മാസം അവൻ ആ കമ്പനിയിൽ നിന്നു. ആ കമ്പനിയോട് കൂറുണ്ടായിരുന്ന എല്ലാവരും ഈ 6 മാസത്തിൽ ആ കമ്പനിയിൽ നിന്ന് വിട്ടുപോയി. കാരണം ഇവൻ ചെന്ന് മുതലാളിയുടെ അടുക്കൽ ഓരോരുത്തരെ കുറിച്ചും പറഞ്ഞ് മുതലാളി ഈ വിശ്വസ്തരായിട്ടുള്ളവരെ എല്ലാം വെറുപ്പിച്ചു, വിട്ടുപോയി. 6 മാസം കഴിഞ്ഞപ്പോൾ ഇവനും വിട്ടുപോയി. 2 വർഷത്തിനകം കമ്പനി പൂട്ടിപ്പോയി. കണ്ടോ, കമ്പനിക്കകത്ത് നമ്മൾ അൺനോട്ടീസ്ഡ് ആയിട്ട് കയറി വരുന്ന ആ ചിലർ. കുടുംബത്തിൽ വരാം ഇത്, സഭയിൽ വരാം ഇത്, കുടുംബത്തിൽ വരാം, പ്രസ്ഥാനത്തിൽ വരാം, സഭയ്ക്കകത്ത് വരാം. വന്ന് പുറകിൽ വന്നിരിക്കും, മിണ്ടാതിരിക്കും. പതുക്കെ പതുക്കെ ഓരോ സ്റ്റെപ്പ് മുമ്പോട്ട് കയറും, പതുക്കെ പതുക്കെ അടുത്ത ലെവലിലേക്ക് കയറും. അങ്ങനെ ഒരു വലിയ സ്വാധീന ശക്തിയായി വരും. പിന്നീട് അവർ പാസ്റ്റേഴ്സിനെ സ്വാധീനിക്കാൻ തുടങ്ങും. പിന്നീട് അവർ ജനത്തെ സ്വാധീനിക്കാൻ തുടങ്ങും. പിന്നീട് സഭയിൽ ഒരു ശക്തമായ സ്വാധീനമായി നുഴഞ്ഞു കയറ്റക്കാർ. ജീസസ്. ഈ നുഴഞ്ഞു കയറ്റക്കാർ ചിലപ്പോൾ അത് മനുഷ്യരായിരിക്കാം, ചിലപ്പോൾ അത് നമ്മൾ അറിയാത്ത ചില സ്വഭാവങ്ങളായിരിക്കാം. ചില സ്വഭാവങ്ങൾ നമ്മളിൽ ഇങ്ങനെ നുഴഞ്ഞു കയറി വരും. നമ്മൾ അറിയാതെ നമ്മളിലൊരു കോപം, നമ്മൾ അറിയാതെ നമ്മളിലൊരു പക, നമ്മൾ അറിയാതെ ചില ഇമോഷൻസ് നമ്മളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. 6 മാസം കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നത്, പണ്ടെനിക്കിങ്ങനെ കോപമില്ലായിരുന്നല്ലോ, പണ്ടെനിക്കിങ്ങനെ ദേഷ്യമില്ലായിരുന്നല്ലോ. ഇത് സ്വഭാവം മാത്രമല്ല, നമ്മൾ അറിയാതെ ചില ചിന്തകളും നമ്മുടെ അകത്ത് കയറി വരും. അനാവശ്യമായ സംശയം, അനാവശ്യമായ ദ്രവ്യാഗ്രഹം, നമ്മൾ അറിയാതെ ചിലത് നമ്മളിൽ ജനിക്കും. അൺനോട്ടീസ്ഡ് ക്രീപ്പേഴ്സ്. ഇനിയും ചില വ്യക്തികൾ നമ്മൾ അറിയാതെ നമ്മളിൽ സ്വാധീനമെടുക്കും. സഭയ്ക്കകത്ത് വന്ന് പതുക്കെ പതുക്കെ നമ്മുടെ അടുക്കലിരിക്കും. പതുക്കെ പതുക്കെ തമാശ പറഞ്ഞു വരും, പതുക്കെ പതുക്കെ സ്നേഹം നടിച്ചു വരും. പിന്നെ പതുക്കെ പതുക്കെ വിമർശനങ്ങൾ, പതുക്കെ പതുക്കെ കുറ്റം പറച്ചിലുകൾ, പതുക്കെ പതുക്കെ പരിഹാസങ്ങൾ, പതുക്കെ പതുക്കെ നെഗറ്റീവുകൾ, പതുക്കെ പതുക്കെ അവിശ്വാസങ്ങൾ. ഇങ്ങനെ പതുക്കെ പതുക്കെ നമ്മുടെ അകത്ത് ജീവിതത്തിൽ കയറി വരും. ദലീല ശിംശോന്റെ ജീവിതത്തിൽ ഒറ്റ ദിവസം കൊണ്ടല്ല കയറിക്കൂടിയത്. പതുക്കെ 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 ശിംശോന്റെ ഹൃദയം ദലീലയുടെ കൈവശത്തിലേക്ക് പോയി. പതുക്കെ പതുക്കെ ശിംശോന്റെ ശക്തി വിട്ടുപോയിക്കൊണ്ടേയിരുന്നു. ഓൾ ഓഫ് എ സഡൻ അല്ല. ആദ്യത്തെ പ്രാവശ്യം കയ്യിൽ ഒന്നുമില്ലാതിരിക്കുക സിംഹത്തെ പറിച്ചു കീറി. പിന്നെ ഒന്നുമില്ലാതെ ചെയ്യാൻ പറ്റത്തില്ല, ഒരു കഴുതയുടെ പച്ചത്താടിയല്ലെങ്കിലും വേണം.
അവസാനം തപ്പി നോക്കി ബലമേറിയ തൂണേച്ചാരി ജയമെടുക്കുന്ന അവസ്ഥ. ഇന്നെന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, എവിടെയെങ്കിലും നാം അറിയാതെ ചില സ്വഭാവങ്ങൾ നമ്മളിൽ നുഴഞ്ഞു കയറിയോ? ചില വ്യക്തികൾ നമ്മളിൽ നുഴഞ്ഞു കയറിയോ? ചില ചിന്തകൾ നമ്മളിൽ നുഴഞ്ഞു കയറിയോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ, നമ്മുടെ ചാറ്റ്, നമ്മുടെ വാട്സപ്പിൽ, നമ്മുടെ പ്രാർത്ഥനകളിൽ ഈ ഉപവാസ പ്രാർത്ഥനകൾ നുഴഞ്ഞുകയറ്റക്കാരെ തുരത്തുന്നതായിരിക്കണം. ശത്രുവിൻ്റെ സ്ട്രാറ്റജിയിൽ ഏറ്റവും വലിയൊരു ഭാഗമാണിത്. ഞാനൊരു വാക്യം നിങ്ങളെ കാണിക്കാം. നെഹമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം 11-ാം വാക്യം. അതൊന്ന് വായിക്കണം കേട്ടോ. നെഹമ്യ 4:11. ഞങ്ങളുടെ ശത്രുക്കളോ നാം അവരുടെ ഇടയിൽ ചെന്ന് അവരെ കൊന്നു പണി മുടക്കുന്നത് വരെ അവർ ഒന്നും അറിയുകയും കാണുകയും അരുത് എന്ന് പറഞ്ഞു. നമ്മളെ കൊന്ന് നമ്മുടെ പണി തീർക്കുന്നിടം വരെ ഇവൻ നമുക്ക് പാരയാന്ന് നമ്മൾ അറിയത്തുമില്ല. ഇവൻ വെക്കുന്ന ഒരു പണി നമ്മൾ കാണത്തുമില്ല. അതാണ് അൺനോട്ടീസ്ഡ് ക്രീപ്പേഴ്സ്, നുഴഞ്ഞുകയറ്റക്കാർ. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന നുഴഞ്ഞുകയറ്റക്കാർ. സഭാജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ ചില നുഴഞ്ഞുകയറ്റക്കാർ വരാം. കുടുംബജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത ചില നുഴഞ്ഞുകയറ്റക്കാർ വരാം. നിങ്ങളുടെ കമ്പനിക്കകത്ത്, ഓഫീസിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കാത്ത ചില നുഴഞ്ഞുകയറ്റക്കാർ വരാം. ശ്രദ്ധിക്കണം, നുഴഞ്ഞുകയറ്റക്കാരെ ശ്രദ്ധിക്കണം. ഈ ഉപവാസ പ്രാർത്ഥനകൾ ഇന്നലകളിൽ ഏതെങ്കിലുമൊക്കെ നുഴഞ്ഞുകയറ്റക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഓടിച്ചു വിടാനും, അല്ല നുഴഞ്ഞുകയറ്റക്കാർ കയറാതെ ജാഗ്രതയോടെ ജീവിക്കുവാനുമുള്ള ഒരുക്കമായിരിക്കട്ടെ. പ്രാർത്ഥിക്കാം, അതിനായി നമുക്ക് സമർപ്പിക്കാം. നാളെ പ്രഭാതത്തിൽ ഈ വാക്യത്തിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. വചനത്തെ സഗൗരവം ശ്രദ്ധിച്ച് പ്രാർത്ഥനയിൽ